PM ശ്രീ പദ്ധതിയിൽ മലക്കം മറിഞ്ഞ് സംസ്ഥാന സർക്കാർ. പദ്ധതിയിൽ തുടരാൻ ഞങ്ങൾ നിർബന്ധിതമായെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പദ്ധതിയെക്കുറിച്ച് പഠിക്കാൻ 4-അംഗ സമിതിയെ നിയോഗിച്ചെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഷീജ ചേരുകയാണ്. ഷീജ, ഈ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് UDF, മുസ്ലിം ലീഗ്, കോൺഗ്രസ് ഒക്കെ തെരഞ്ഞെടുപ്പിന് മുമ്പ് എടുത്ത ഒരു സമീപനം, അതുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരായി LDF സർക്കാരിനെതിരായി നടത്തിയിട്ടുള്ള ആരോപണങ്ങൾ ഒക്കെ നമ്മളുടെ മുന്നിൽ നിൽക്കുമ്പോഴാണ് ഇന്ന് മുഖ്യമന്ത്രി പറയുന്നത് ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ സാധ്യമല്ല, അതേക്കുറിച്ച് പഠിക്കാൻ ഒരു മന്ത്രിസഭാ ഉപസമിതിയെ വെച്ചിരിക്കുന്നു എന്നുള്ളത്. വിശദാംശങ്ങൾ ഷീജ. ഷമി, ഏതായാലും PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് എന്നുള്ളത് തന്നെയാണ് ഇന്നിപ്പോൾ UDF സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിന് അവർ ഉപയോഗിക്കുന്നത് മറ്റൊരു മാർഗമാണ് എന്നുള്ളത് മാത്രമാണ്. അതായത് കഴിഞ്ഞ സർക്കാരിൻ്റെ പുറത്ത് ചാരിക്കൊണ്ട് ഞങ്ങൾ ഇതിൽ നിന്നും പിന്നോട്ട് പോകാൻ സാധിക്കാത്ത ഒരു അവസ്ഥയിലെത്തി എന്ന് വരുത്തി തീർക്കുന്നു എന്നുള്ളത് മാത്രമാണ് അതിൽ ഒരു മാറ്റം എന്ന് പറയുന്നത്. കാരണം അവരുടെ നിലപാടിൽ തന്നെ ആകെ മാറ്റം വന്നിരിക്കുന്നു എന്നുള്ള കാര്യമാണ്. പ്രതിപക്ഷത്തായിരുന്നപ്പോൾ UDF ശക്തിയുക്തം ഈ പദ്ധതിയെ, PM ശ്രീ പദ്ധതിയെ എതിർത്തവരാണ്. പക്ഷേ അന്ന് എതിർത്തിരുന്നല്ലോ എന്ന് ചോദിക്കുമ്പോൾ അന്ന് ഞങ്ങൾ എതിർത്തത് LDF സർക്കാരിൻ്റെ തീരുമാനം, അതായത് ആരും അറിയാതെ, മന്ത്രിസഭ അറിയാതെ LDF സർക്കാർ മുഖ്യമന്ത്രിയും പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും ഈ പദ്ധതിയിൽ ഒപ്പിടുന്നു. പിന്നീട് വിവാദമായതിനെ തുടർന്ന് അത് ഒഴിവാക്കുന്നു. ആ ഒരു ഇതിനെയാണ് വിമർശിച്ചത് എന്നുള്ളൊരു മറുപടിയാണ് മുഖ്യമന്ത്രി നൽകുന്നത്. അപ്പോൾ PM ശ്രീ പദ്ധതിയെ UDF അനുകൂലിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. അതിൽ ചില കാര്യങ്ങൾ മുഖ്യമന്ത്രി കൂട്ടിച്ചേർക്കുന്നത്, വിശദീകരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ PM ശ്രീ പദ്ധതി നടപ്പിലാക്കിയാൽ മാത്രമേ ഫണ്ടുകൾ ലഭിക്കുകയുള്ളൂ. ഫണ്ട് കേന്ദ്രത്തിന്റെ ഔദാര്യമല്ല, സംസ്ഥാനത്തിന് കിട്ടാനുള്ളതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ സർക്കാർ ഈ PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചതിന് പിന്നാലെയാണ് ഫണ്ട് പോലും കൈപ്പറ്റിയത്. അത് വലിയ തോതിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടായത്. അതിന് കാരണമെന്ന് പറയുന്നത് സംസ്ഥാനത്തിന് ലഭിച്ച തുക എന്ന് പറയുന്നത് SSK ഫണ്ടാണ്. ഒരിക്കലും PM ശ്രീ പദ്ധതി പ്രകാരം സംസ്ഥാനത്തിന് തുക ലഭിച്ചിട്ടില്ല. അതുപോലും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നും മറുപടി ഉണ്ടായത്. ഏറ്റവും അവസാനത്തിൽ അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളന അവസാനത്തിൽ നമ്മൾ വീണ്ടും ആവർത്തിച്ച് ചോദിച്ചു, SSK ഫണ്ടാണോ ലഭിച്ചത്, PM ശ്രീ ഫണ്ടാണോ ലഭിച്ചത് എന്നുള്ളത്. അപ്പോൾ അതിൽ ഒരു ഒഴുക്കൻ മറുപടിയാണ് അദ്ദേഹത്തിൽ നിന്നും ഉണ്ടായത്. അതായത് അത് SSKയുടെ ഫണ്ട് തടഞ്ഞു വെച്ചിരിക്കുകയായിരുന്നല്ലോ എന്നുള്ളൊരു മറുപടിയായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായത്. ഏതായാലും PM ശ്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്രവുമായി ചേർന്ന് മുന്നോട്ട് പോകുക എന്നുള്ളത് തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം, UDF സർക്കാരിന്റെ തീരുമാനം എന്നുള്ളത് തന്നെയാണ് ഇതിൽ വ്യക്തമാകുന്നത്. അതിൽ അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത് ഈ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്കൂളുകളിൽ, ഏതൊക്കെ സ്കൂളുകളിൽ നടപ്പാക്കണം എന്നതുള്ളത് തിരഞ്ഞെടുക്കുന്നതിനുള്ള അവകാശം അത് സംസ്ഥാനത്തിന് നൽകണം. മറ്റ് സംസ്ഥാനങ്ങൾ, BJP ഇതര സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടുകൂടി ആ കാര്യങ്ങൾ സംസാരിച്ചാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് നിലവിൽ കേരള സർക്കാർ എത്തിയിട്ടുള്ളത് എന്നുള്ളൊരു വിശദീകരണവും അദ്ദേഹം നൽകുന്നു. ഏതായാലും PM ശ്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്കൂളുകളിൽ പ്രധാനമന്ത്രിയുടെ ചിത്രം വെക്കണം എന്നതടക്കമുള്ള കാര്യങ്ങൾ അംഗീകരിച്ച് മുന്നോട്ട് പോകാനുള്ളൊരു തീരുമാനമാണ് ഇപ്പോൾ UDF സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഇതിൽ വ്യക്തമാകുന്നത്. തീർച്ചയായും ഷീജ, എത്ര മനോഹരമായിട്ടാണ് ഇത് LDF സർക്കാരിൻ്റെ തലയിൽ വെച്ചുകൊണ്ട് UDF ഇത് നടപ്പിലാക്കാൻ തീരുമാനിക്കുന്നത്. ഇപ്പോൾ അല്പം മുമ്പ് മുൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ആദ്യം ഈ SSK ഫണ്ട് വാങ്ങിയെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു കത്ത് കേന്ദ്ര സർക്കാരിന് കൊടുത്തിരുന്നു. എന്നാൽ മന്ത്രിസഭാ യോഗത്തിൻ്റെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് നടപ്പാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് മറ്റൊരു കത്തും സംസ്ഥാന സർക്കാർ കൊടുത്തിരുന്നു. ഇത്രയുമാണ് ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ളത്. PM ശ്രീയുമായി ബന്ധപ്പെട്ട് ഒരു രൂപ പോലും സംസ്ഥാനം വാങ്ങിയിട്ടില്ല എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നു, വെല്ലുവിളിക്കുകയും ചെയ്യുന്നു. അതേ സ്ഥാനത്താണ് മുഖ്യമന്ത്രി പറയുന്നത് ഇതിൽ നമ്മളെന്തോ ബാധ്യതയായി ഇരിക്കുന്നു, നമുക്ക് കഴിയില്ല എന്ന് പറയുന്നത്. ഷീജ, തീർച്ചയായും ഒരു തരത്തിലും അങ്ങനത്തെ ഒരു സാഹചര്യം ഇല്ല എന്നുള്ളതാണ് നമ്മൾ ആവർത്തിച്ച് അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്. അതായത് ഈ PM ശ്രീ പദ്ധതിയിൽ നിന്ന് പിന്നോട്ട് പോകുന്നതിന് സംസ്ഥാന സർക്കാരിന് എന്താണ് തടസ്സം എന്ന് ചോദിക്കുമ്പോൾ അതെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു എന്ന രീതിയിൽ നമ്മളുടെ ചോദ്യത്തിന് പോലും അദ്ദേഹം മറുപടി പറയാൻ തയ്യാറാകുന്നില്ല എന്നുള്ള കാര്യമാണ് അതിൽ എടുത്തു പറയേണ്ടത്. കാരണം ഒരു സംസ്ഥാനത്തിന് തീരുമാനിക്കാം ആ പദ്ധതിയിൽ തുടരണമോ ആ പദ്ധതിയിൽ നിന്ന് പിന്നോട്ട് പോകണമോ എന്നുള്ള കാര്യം. കഴിഞ്ഞ സർക്കാർ ആ പദ്ധതിയിൽ MOU ഒപ്പുവെച്ചു. അതിന് തൊട്ടു പിന്നാലെ വിവാദമായ പശ്ചാത്തലത്തിൽ അതിൽ ആ പദ്ധതി മരവിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്തും നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള തുടർ നടപടിയും ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് കേന്ദ്ര സർക്കാരിന് ആവർത്തിച്ച് സംസ്ഥാന സർക്കാരിന് ഈ കത്തയക്കേണ്ടി വരുന്നത്. ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിലപാട് വ്യക്തമാക്കണം, തുടർ നടപടി എത്രയും വേഗത്തിൽ സ്വീകരിക്കണം എന്നുള്ള ആവശ്യപ്പെട്ടുകൊണ്ട് കത്തയക്കേണ്ടി വരുന്നത്. പക്ഷേ അതിനെ ഒന്നും തന്നെ കണ്ടിട്ടില്ല എന്നുള്ള രീതിയിലുള്ളൊരു മറുപടിയാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. സംസ്ഥാനത്തിന് വേണമെങ്കിൽ തീരുമാനിച്ച് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ സർക്കാർ മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്നുള്ള കാര്യം കേന്ദ്രത്തെ അറിയാം. പക്ഷേ അങ്ങനെയല്ല സംസ്ഥാനം തീരുമാനിച്ചിരിക്കുന്നത്. ഈ പദ്ധതിയെ
തത്വത്തിൽ അംഗീകരിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഒരു ഉപസമിതിയെ വെച്ചുകൊണ്ട് ആ ഉപസമിതി കാര്യങ്ങൾ കേന്ദ്രത്തിൽ ധരിപ്പിക്കുക എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും പദ്ധതിയിൽ നിന്ന് പിന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനവും UDF സർക്കാർ എടുത്തിട്ടില്ല. ആ തീരുമാനത്തിലേക്ക് എത്തിയതിന് കാരണം LDF ആണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം മാത്രമാണ് ഇപ്പോൾ ധൃതി പിടിച്ച് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഷമ്മി.